Good morning all. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. R equals R0 into 1 plus alpha delta T. ഇതിലെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ. R0 എന്തായിരുന്നു? ഒറിജിനൽ റെസിസ്റ്റൻസ്. ആൽഫ is the temperature coefficient of resistance. Delta T is the change in temperature. അപ്പം ഇത് കാണാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ ആൽഫ എന്തായിരുന്നു? ആൽഫ ഈസ് നോൺ ആസ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇനി മെറ്റൽസിന്റെ കേസിൽ ആൽഫ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്നുവെച്ചാൽ മെറ്റൽസിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണുള്ളതെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മെറ്റൽസിന് എന്താണെന്ന് പറയാനുള്ളത്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണുള്ളതെന്ന് പറയും. അതേസമയം സെമി കണ്ടക്ടറിന്റെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ സെമി കണ്ടക്ടറിന്റെ കേസിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണുള്ളതെന്ന് പറയാം. എന്താ കാരണം? സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് സെമി കണ്ടക്ടറിന് എന്താണ് ഉള്ളതെന്ന് പറയാം? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ആൽഫയുടെ യൂണിറ്റ് എന്താണെന്ന്. ഈ ആൽഫയ്ക്ക് നമ്മൾ രണ്ട് യൂണിറ്റ് പറയാറുണ്ട്. ആൽഫയുടെ യൂണിറ്റ് ഒന്ന് കെൽവിൻ റേസ് ടു മൈനസ് 1, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റേസ് ടു മൈനസ് 1. കെൽവിൻ റേസ് ടു മൈനസ് 1 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു മൈനസ് 1. ഇങ്ങനെ രണ്ട് യൂണിറ്റുകൾ അറിയപ്പെടാറുണ്ട് ആൽഫ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്. ഇത്രയും ഞാൻ നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ നിങ്ങൾ എഴുതിയെടുത്തതാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഇതാണ് കളർ കോഡ്. ഞാൻ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് കളർ കോഡ് എന്താണെന്ന് നോക്കാം. ഒരു സർക്യൂട്ടില് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റർ എന്ന്. അപ്പൊ നമുക്ക് ഈ റെസിസ്റ്റർ വ്യത്യസ്ത വാല്യൂസ് ഉള്ള റെസിസ്റ്ററുകൾ നമ്മളൊരു സർക്യൂട്ടിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സാധാരണ റെസിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതാണ് ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത്. സർക്യൂട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്ററാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത് റെസിസ്റ്റർ ആണ്. ഇതില് നിങ്ങൾക്ക് കാണാം അതിനകത്തില് ധാരാളം റിങ്ങുകൾ ഉണ്ട്. കളേർഡ് റിങ്സ് ഉണ്ട്, അതിലെ കളേർഡ് ബാൻഡ്സ് ഉണ്ട്. കളർ അടിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് ഇതിന്റെ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഈ കളർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് എത്രയുണ്ട് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയാൻ സാധിക്കണം. അപ്പൊ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഉണ്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതിനകത്തിൽ പല കളർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ കളർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ആദ്യം നമുക്കൊരു കോളം ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. കളർ, നമ്പർ, മൾട്ടിപ്ലയർ, ടോളറൻസ്. കളർ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഇത്രയും കളറുകളുണ്ട്. അതിന്റെ നമ്പേഴ്സ്, അതിന് ഓരോ കളറിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ മൾട്ടിപ്ലയർ ഉണ്ട്, ലാസ്റ്റ് ടോളറൻസ് ഉണ്ട്. അപ്പൊ എന്താണ്? ബ്ലാക്കിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 0. അതിന്റെ മൾട്ടിപ്ലയറും 0 തന്നെയാണ്. അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇത് കൂടാതെ 3 കളറുണ്ട്: ഗോൾഡ്, സിൽവർ, നോ കളർ. അതാണ് ടോളറൻസിനെ സൂചിപ്പിക്കുന്ന ഇത്ര പെർസെന്റേജ്, +or-5%, +or-10%, +or-20%. അപ്പൊ എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ? ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമാത്രം അതിന്റെ വാല്യൂവിന് വേരിയേഷൻ വരാം, അതാണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ യഥാർത്ഥ വാല്യൂവിൽ നിന്നും എത്രമാത്രം വേരിയേഷൻ വരാം. 5%, അത് പ്ലസ് ആകാം മൈനസ് ആകാം. ഏത് കളറാണെങ്കിൽ, ഗോൾഡ് ആണെങ്കിൽ, സിൽവർ ആണെങ്കിൽ 10% വരെ, +10 -10, അങ്ങനെ എത്ര ശതമാനം വരെ വ്യത്യാസം വരാം എന്നുള്ളതാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂള്ള വ്യത്യാസമാണ് ടോളറൻസിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഞാനൊരു പടം വരച്ചു കാണിക്കാം. നിങ്ങളപ്പോ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാനൊരു ചെറിയ ഒരു റെസിസ്റ്റർ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പൊ അതിനകത്തിലെ ഇങ്ങനെ കുറെ ബാൻഡുകൾ കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 4 ബാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യത്തെ ബാൻഡ് ഇതെല്ലാം കളർ ചെയ്തിരിക്കണം. അപ്പൊ ആദ്യത്തെ കളറ് റെഡ് ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ കളർ റെഡ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കളറാണ് റെഡ്. രണ്ടാമത്തെ കളറ് ഗ്രീൻ ആണെന്ന് വിചാരിക്കുക, ഗ്രീൻ. മൂന്നാമത്തെ കളറ് ബ്ലൂ ആണെന്ന് വിചാരിക്കുക. നാലാമത്തെ കളറ് സിൽവർ ആണെന്ന് വിചാരിക്കുക. നമ്മള്
ഒരു റെസിസ്റ്റർ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഈ കളേഴ്സ് ഒക്കെ കാണപ്പെടുന്നു വിചാരിക്കുക. ഇതിന്റെ വാല്യൂ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കളർ അതെന്ന് പറയുന്നത് റെഡ് ആണല്ലോ, റെഡ്. അപ്പൊ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണെന്ത് 2. അപ്പൊ ഒന്നാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് റെഡ് ആണ്. അതിന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 എന്ന് എഴുതണം. റെഡിന്റെ നേരെയുള്ള 2 നമ്പർ. അടുത്തത് ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുന്നത് അടുത്ത സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അപ്പൊ ഗ്രീന്റെ നേരെയുള്ള നമ്പർ 5. അപ്പൊ നമ്മള് 5 എന്ന് എഴുതണം. അപ്പൊ ആദ്യത്തെ 2 കളറുകള് ആദ്യത്തെ 2 സിഗ്നിഫിക്കന്റ് ഫിഗറുകളെ സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അതെന്ന് പറയുന്നത് അതിന്റെ മൾട്ടിപ്ലയർ ആണ്. അപ്പൊ ബ്ലൂവിന്റെ നേരെയുള്ള മൾട്ടിപ്ലയറിന്റെ നേരെ വരുന്ന എത്രയാണ് 10⁶ ആണ്. അപ്പൊ നമുക്ക് ബ്ലൂ കളറിന് പകരം എന്ത് എഴുതണം? ഇൻറ്റു മൾട്ടിപ്ലയർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻⁶ എത്രയായിരുന്നു? 6. 10⁶. അപ്പൊ 3 കളർ ആയി കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തെ ഒരു കളറുണ്ട്, അത് സിൽവർ ആണ്. അപ്പൊ സിൽവറിന്റെ നേരെയുള്ള അടുത്തത് ടോളറൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. സിൽവറിന്റെ നേരെയുള്ള എത്രയാണ്? +or-10%. +or-10%. അപ്പൊ എന്താ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടില് ഈ റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമാത്രം അതിന്റെ യഥാർത്ഥ വാല്യൂവിൽ നിന്ന് വേരിയേഷൻ വരാം, +or-10% വരെ വരാം. അതാണ് ടോളറൻസിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി കാണല്ലോ ഈ കളർ വെച്ചിട്ട് എഴുതാന്. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കളർ തരും. എന്നിട്ട് ഇതുപോലെ ഈ ചാർട്ട് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ 2 കളറ് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ സൂചിപ്പിക്കുന്നു. അത് ഈ കോളത്തിൽ നിന്നാണ് എഴുതേണ്ടത് നമ്പർ. അടുത്തത് മൾട്ടിപ്ലയർ ആണ്, അത് ആ കളർ നോക്കി എഴുതാം. മൂന്നാമത്തേത് ടോളറൻസ് ആണ്. അപ്പൊ ഗോൾഡിനാണെങ്കിൽ +or-5, സിൽവറിനാണെങ്കിൽ +or-10 എന്ന് പറഞ്ഞു. ഇനിയും ചിലപ്പോ ഇവിടെ കളറേ കാണത്തില്ല. ഈ നാലാമത്തിന് കളറേ ഇല്ല എങ്കിൽ എന്നതിന്റെ അർത്ഥം കളറേ ഇല്ലെങ്കിൽ അതിന്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? +or-20% ഇത്രയാണ് ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ കളർ ഓർഡറിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് പഠിച്ചാൽ മതി. അതായത് ഇത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരുന്നാൽ മതി. ഈ കളർ ഈ ഓർഡറിൽ അറിഞ്ഞിരിക്കാം. അതായത് BB Roy of Great Britain has a very good wife. നോക്കിയടെ BB Roy, BBROY, BB Roy. പിന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ, ഗ്രേറ്റിന് G, ബ്രിട്ടന്റെ E. ഇനി ഹാസ് എ കഴിഞ്ഞിട്ട് വെരി ഗുഡ് വൈഫ്. ഇത് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ഓർഡറിൽ പഠിക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് BB അടുപ്പിച്ച് വരുമ്പോൾ ആദ്യത്തെ എപ്പോഴും ബ്ലാക്ക് ആണെന്ന് ഓർക്കുക, രണ്ടാമത്തേത് ബ്രൗൺ. അതുപോലെ ഇവിടെ ഗ്രീനും ഗ്രേയും ഉണ്ട്. അപ്പൊ ആദ്യം ഗ്രീൻ വരും, പിന്നീട് ഗ്രേ. അതും ഓർത്തിരിക്കണം. ഇത്രയാണ് ഈ കളർ കോഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. ഇത്ര ക്ലിയർ ആയല്ലോ. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് റെസിസ്റ്ററുകൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന വിധം. അപ്പൊ നമുക്ക് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് സീരീസ് ആയിട്ട്, മറ്റൊന്ന് പാരലൽ. ആദ്യം റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അപ്പൊ നമുക്ക് എന്താണ് സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു നമുക്കറിയാം റെസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇതാണ് ഒരു റെസിസ്റ്റർ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സീരീസ് കണക്ഷൻ ഒന്നിന് പുറകെ ഒന്നായിട്ട് റെസിസ്റ്ററുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ 3 റെസിസ്റ്ററുകൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ ഒരു അക്രോസ് ആയിട്ട് ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിരിക്കും. ഈ വോൾട്ട് ഒന്നാമത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R1 എഴുതുന്നു, രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R2, മൂന്നാമത്തേത് R3. ഈ സീരീസ് കണക്ഷൻ മൂലം ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാറ്റമൊന്നും സംഭവിക്കും, കോൺസ്റ്റന്റ് ആയി മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ I remains the same.
പക്ഷെ വി എന്ന് പറയുന്ന ഈ വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ആദ്യത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V3. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അതേസമയം I എങ്ങനെയായിരിക്കും? I എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്തില് നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR ആണല്ലോ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? V അല്ലേ. അപ്പൊ നമുക്ക് V എന്ന് പറയുന്നത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവും? V1 across R1 plus V2 across R2 plus V3 across R3. അപ്പൊ V is equal to V1 plus V2 plus V3. V is equal to IR ആണ് എങ്കിൽ V1 എന്തായിരിക്കും? V1 equals I കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. I മാറുന്നില്ല. പക്ഷെ R1, R2, R3 എന്നുള്ള ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യണം. V1 is equal to IR1 അല്ലെ. അതുപോലെ തന്നെ V2 equals IR2. അടുത്തതായിട്ട് V3 equals ഇതുപോലെ നമുക്ക് എന്തെങ്കിലും എഴുതാം? IR3 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. വിക്ക് പകരം എന്ത് എഴുതാം? IR. IR equals V1 പകരം IR1 പ്ലസ് V2 പകരം IR2 പ്ലസ് V3 പകരം എന്ത് എഴുതും? IR3. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതിന്റെ RHSലെ I എല്ലാം കൂടി കോമൺ എടുക്കണം. അപ്പം ഇത് വരും IR, LHSലെ IR equals I കോമൺ എടുത്തിട്ട് ബ്രാക്കറ്റ് തുറന്നിട്ട് R1 പ്ലസ് R2 പ്ലസ് R3. ഇനി നമുക്ക് LHSലെ RHSലെ I വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? therefore R equals എന്ത് കിട്ടും? R equals R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ നമ്മള് ഇതാണ് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് റെസിസ്റ്ററുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതായത് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് എന്താണ്? ഓരോ റെസിസ്റ്ററും കൊടുക്കുന്ന റെസിസ്റ്റൻസിന്റെ സമ്മാണ്. ആദ്യത്തെ റെസിസ്റ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസ് പ്ലസ് മൂന്നാമത്തെ റെസിസ്റ്റർ കൊടുക്കുന്ന ഒരേ ടെർമിനൽ. ഇവിടെ നോക്കിയാട്ടെ, പാരലൽ കണക്ഷനില് ഒരേ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് നമ്മള് 3 റെസിസ്റ്ററുകൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരേ ടെർമിനലിന് അക്രോസ് ആയിട്ടാണ് ഈ റെസിസ്റ്ററുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ R2, അടുത്തത് R3. ഇങ്ങനെ 3 റെസിസ്റ്ററുകൾ ഈ V എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്ന ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിന്റെ ഈ അറ്റത്ത് നമ്മൾ A എന്ന് പേര് കൊടുത്തിരിക്കുന്നു, ഈ എൻഡിന് B എന്ന് പേര് കൊടുത്തിരിക്കുന്നു. ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഇപ്പം ഈ കറണ്ട് ഇവിടെ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് കറണ്ട് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. സമയം V എന്ന് പറയുന്നതോ സെയിം ടെർമിനൽ ആയതുകൊണ്ട് ഈ കണക്ഷൻ മൂലം V സെയിം ആയിരിക്കും, പക്ഷെ I സ്പ്ലിറ്റ് ചെയ്യും. I സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ I1 അക്രോസ് R1, I2 അക്രോസ് R2 and I3 അക്രോസ് R3. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ 3 റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ മെയിൻ കറണ്ട് I എന്ന് പറയുന്നത് 3 സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. ഓരോ ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടും ഉള്ള കറണ്ടാണ്. ആദ്യത്തേത് I1, രണ്ടാമത്തെ ബ്രാഞ്ച് I2, മൂന്നാമത്തേത് I3. അപ്പൊ നമുക്ക് ഇവിടെ ഓംസ് ലോ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? V is equal to IR. ഇവിടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ I എന്തായാലും ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന I അല്ലേ, അതുകൊണ്ട് നമുക്ക് I എന്താന്ന് എഴുതാം? I is equal to V/R എന്ന് നമുക്കറിയാം. അപ്പൊ മെയിൻ കറണ്ട് I ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? I is equal to I1 plus I2 plus I3. നമുക്ക് ഇനി I എന്ന് പറയുന്നത് V/R ആണെങ്കിൽ I1 എന്തായിരിക്കും? I1 is equal to എന്ത് വരും? V സെയിം ആണല്ലോ. അപ്പൊ I1 ഈക്വൽസ് എന്ത് വരും? V സെയിം ആയതുകൊണ്ട് V ആദ്യത്തെ റെസിസ്റ്റൻസ് R1. അതുപോലെ തന്നെ I2 എന്തായിരിക്കും? I2 ഈക്വൽസ് Vക്ക് മാറ്റമില്ല, V/R2. സിമിലർലി I3 ഈക്വൽസ് എന്ത് വരും? V/R3. ഇനി എളുപ്പമാണ്. എന്താണ്? ഓരോന്നിന്റെ വാല്യൂ I1, I2, I3 വാല്യൂ ഇക്വേഷനിൽ കൊടുക്കണം. അപ്പൊ I എന്താണ്? V/R. therefore എന്ത് വരും? V/R ഈക്വൽസ് എന്ത് വരും? V/R1 പ്ലസ് V/R2 പ്ലസ് V/R3 ആണല്ലോ. ഇനി RHSലെ V കോമൺ എടുത്തിട്ട് ഈ V ആയിട്ട് വെട്ടും അല്ലെ. അപ്പൊ ബാക്കി എന്ത് വരും? വിയും കൂടെ വെട്ടി കഴിയുമ്പോ ബാക്കി എന്ത് വരും? therefore 1/R equals 1/R1 plus
1/R2 plus 1/R3. അപ്പൊ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. 1/R equals 1/R1 plus 1/R2 plus 1/R3. അപ്പൊ എന്താണ് അതിന്റെ കൺക്ലൂഷൻ? എന്താണ്? 3 റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ 1/R അല്ലേ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. 1/R ആണ് റെസിപ്രോക്കൽ എന്ന് പറയാം. റെസിപ്രോക്കൽ ഓഫ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. ഓരോ റെസിസ്റ്ററും കൊടുക്കുന്ന റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ അഥവാ 1/R1 അടുത്തത് 1/R2 അടുത്ത 1/R റെസിപ്രോക്കൽ എല്ലാം കൂടി കൂട്ടുന്നതാണിത്. അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലായ 1/R എന്ന് പറയുന്നത്. 1/R equals 1/R1 plus 1/R2 plus 1/R3. അപ്പം നമ്മളെങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയാം? ഇഫ് എ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, the equivalent resistance, the reciprocal of the equivalent resistance is equal to the sum of the reciprocals of their individual resistances എന്ന് പറയും. എന്താണ്? If a number of resistors are connected in parallel, the reciprocal of the equivalent resistance is equal to the sum of the reciprocals of their individual resistances. Internal resistance of a cell. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പേരിൽ തന്നെയുണ്ട് ഇന്റേണൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അതായത് ഒരു സെല്ലിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ സെല്ലിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് offered by the cell when electric current flows through it. ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ r കൊണ്ടാണ്. ഇനിയും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെല്ലിൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരു സെല്ലിൽ എന്ന് പറയുമ്പോൾ അതിനകത്തില് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡുകളുണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റും ഉണ്ട്. ഇനിയും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഈ ചിത്രം നോക്കിയിട്ട് പറയാൻ സാധിക്കും. ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ഈ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള അകലത്തിനെ ആശ്രയിച്ചിരിക്കും. അടുത്തത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കും. അടുത്തത് നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കും. മറ്റൊന്ന് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇമേഴ്സ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റില് ഇമേഴ്സ് ചെയ്തിരിക്കുന്ന അല്ലെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോഡുകളുടെ ഏരിയയെയും അല്ലെങ്കിൽ പ്ലേറ്റിന്റെ ഏരിയയെയും ആശ്രയിച്ചിരിക്കും. ഈ 4 പോയിന്റ്സ് മനസ്സിലായല്ലോ. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? ഡിപെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ദ നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്സ് ആൻഡ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇമേഴ്സ്ഡ് ഇൻ ദി ഇലക്ട്രോലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്തായിട്ട് നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെല്ലിന് ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. അപ്പൊ ഇത് വലിയ വരെ പോസിറ്റീവ്, ചെറിയ വരെ നെഗറ്റീവ്, നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾക്ക് EMF എന്താണെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. EMFന്റെ യൂണിറ്റ് എന്തായിരുന്നു? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. EMFന്റെ യൂണിറ്റ് ആണ് വോൾട്ട്, അല്ലെങ്കിൽ ഇതിനെ V കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പൊട്ടൻഷ്യൽ PD ഷോർട്ട് ഫോമിൽ എഴുതുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? അതിന്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. അപ്പൊ EMFന്റെ യൂണിറ്റും വോൾട്ട് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റും വോൾട്ട് ആണ്. അപ്പം ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? ഈ കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ഒന്നായതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലിന്റെ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അതിന്റെ വോൾട്ടേജ് 2 വോൾട്ട് ആണല്ലോ. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ട് ഈ സെല്ല് ഓപ്പൺ സർക്യൂട്ടിൽ, അതായത് കണക്ഷൻ ഒന്നും ഇല്ലാതെ സെല്ല് വെറുതെ ഇരിക്കുമ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന്റെ EMF ആണ്. ഇനിയും ആ സെല്ല് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ആ സെല്ലിന് അക്രോസ് ആയിട്ട് നമ്മൾ അളക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ പറയാം, ഒരു സെല്ല് കണക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ അഥവാ ഓപ്പൺ സർക്യൂട്ടിൽ ആ സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിന് അക്രോസ് ആയിട്ട് നമ്മൾ അളക്കുന്നത് എന്താണ്?
അതിന്റെ EMF ആണ്. ഇനി ആ സെല്ല് ഒരു സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു സർക്യൂട്ടില് ഈ സെല്ല് പിന്നെ ഈ EMF ഉള്ള ഒരു സെല്ല് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ കൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നു. ഈ കേസിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അക്രോസ് ആയിട്ട് നമ്മൾ അളക്കുന്നത് എന്തായിരിക്കും? അത് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സെല്ലിന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു? EMF ആയിരുന്നു. അപ്പൊ പക്ഷേ നമ്മളിത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയാലും ഇനി ഇത് എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഈ എൻഡുകളെയാണ് എന്ത് പറയുന്നത്? ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇനിയും എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതിന്റെ ഉള്ളതിന്റെ ഡെഫിനിഷൻ പറയാം. Terminal potential difference is defined as the potential difference between the terminals of the cell when it is in the closed circuit. ഒരു സെല്ല് ക്ലോസ്ഡ് സർക്യൂട്ടിലായിരിക്കുമ്പോൾ ആ സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് അതിന്റെ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിൽ അഥവാ എൻഡുകൾക്ക് അക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന എന്തായിരിക്കും? അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ഇനിയും ഇത് ഈ കണക്ഷനെ ഊരിയെടുത്തിട്ട് ഈ സെൽ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ അതിന്റെ അക്രോസായിട്ട് അളക്കുന്നത് എന്താണ്? EMF ആണ്. അപ്പോൾ സെല്ലിന് യഥാർത്ഥത്തിൽ എന്താണുള്ളത്? അതിന്റെ EMF ആണ്, അത് വോൾട്ടാണ്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തോ ഒരു വ്യത്യാസം ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ എന്താണ് ആ വ്യത്യാസം നോക്കാം. അതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ച ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സെല്ല് അതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. പേരിൽ തന്നെ ഇന്റേണൽ, ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് മൂലം കുറച്ച് വോൾട്ടേജ് ഈ സെല്ലിന് അക്രോസ് ആയിട്ട് നഷ്ടപ്പെടും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സെല്ലിനുണ്ടായിരുന്ന എന്തായിരുന്നു? EMF ആയിരുന്നു. അപ്പൊ ഇതൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഇതിൽ കൂടി കറണ്ട് കടന്നു പോകാൻ തുടങ്ങുമ്പോൾ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെടും. എന്തുകൊണ്ട്? ഡ്യൂ ടു ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. സെല്ലിനുള്ളിലൊരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് വോൾട്ടേജ് സെല്ലിന് അക്രോസ് ആയിട്ട് നഷ്ടപ്പെടുകയും അതിന്റെ ഫലമായിട്ട് അതിനാകെ ഉണ്ടായിരുന്ന EMF എന്തായിട്ട് കുറയും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കുറയും. അപ്പൊ നമുക്ക് ഒരു സെല്ലിന് ആകെയുള്ളത് EMF ആണ്. പക്ഷെ അത് ഒരു സർക്യൂട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്തായിട്ട് മാറും? അത് ഈ വോൾട്ടേജ് സെല്ലിന് അക്രോസ് ആയിട്ട് നഷ്ടപ്പെടുന്നത് കൊണ്ട് എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് മാറും. അതിന്റെ രണ്ട് അഗ്രങ്ങളിലായിട്ട് അളക്കുന്നതുകൊണ്ട്, എൻഡുകളിലായിട്ട് അളക്കുന്നതുകൊണ്ട് അതിന് എന്ത് പറയും? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദി സെൽ when it is in the closed circuit. ക്ലോസ്ഡ് സർക്യൂട്ടിൽ നമ്മൾ ഒരു സെല്ലിനെ അക്രോസ് ആയിട്ട് മെഷർ ചെയ്യുന്ന എന്താണ്? അത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഇക്വേഷൻ എഴുതി തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പൊ ഒരു സെല്ലിന്റെ EMF ഉള്ള സെല്ല് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒരു റെസിസ്റ്റൻസ്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I. അപ്പം ഈ സെല്ലിനകത്ത് ഈ കറണ്ട് മൂലം ഇതിനകത്ത് കറണ്ട് ഫ്ലോ മൂലം ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് r. ഇതെന്താണ്? ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് ആണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. പുറമേയുള്ള റെസിസ്റ്റൻസ് ആണ് R. ഇതെന്താണ്? ഇന്റേണലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മൂലം. ആ റെസിസ്റ്റൻസ് ആണ് ഇത് r. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ സ്റ്റെപ്പില് നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ PD. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? V കൊണ്ടാണ്. V = ഓംസ് ലോ അനുസരിച്ച് I കറണ്ടും R റെസിസ്റ്റൻസും ആണെങ്കിൽ V = IR. ഈ റെസിസ്റ്റൻസ് ആണ് എക്സ്റ്റേണൽ ആയിട്ട് ഇതിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഔട്ട്പുട്ട് കറണ്ട് എടുക്കുന്നത്. അപ്പൊ V = IR. ഇതാണ് എന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ PD. അടുത്ത എന്താണ്? ഈ റെസിസ്റ്റൻസിനകത്ത് r എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസിനുള്ളിൽ ഉണ്ടാകുന്നതാണ്. ആ റെസിസ്റ്റൻസ് മൂലം ഇതിന് ക്രോസ് ആയിട്ട് വോൾട്ടേജ് നഷ്ടം സംഭവിക്കുന്നു. അപ്പൊ അതിന് നഷ്ടപ്പെട്ട വോൾട്ടേജ് അർത്ഥത്തിൽ അതിന് പേരെന്ത് കൊടുക്കും? ലോസ്റ്റ് വോൾട്ട്. നഷ്ടപ്പെട്ട വോൾട്ടേജ് അഥവാ ലോസ്റ്റ് വോൾട്ട്. ലോസ്റ്റ് വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലേ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ? വോൾട്ടേജ് V = I × R അല്ലേ? പക്ഷെ I സെയിം തന്നെയാണ്. പക്ഷെ ആറിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത റെസിസ്റ്റൻസ് ആണ് r. അപ്പൊ ഇവിടുത്തെ ക്യാപിറ്റൽ ആറിന്റെ സ്ഥാനത്ത് എന്ത് വരും? r. ഇന്റേണൽ റെസിസ്റ്റൻസ് r വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് തന്നെ വരും? V = IR വെച്ചിട്ട് I × r എന്ന് വരും. അപ്പൊ നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി, ലോസ്റ്റ് വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ EMF ഓഫ് ദി സെൽ
EMF of the cell E capital E equals എന്ത് വരും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ലോസ് ടു വോൾട്ടും കൂടി ചേരുന്നതാണ് എന്ത് EMF of the cell എന്ന് പറയുന്നത്. അപ്പൊ EMF of the cell is equal to IR plus I small r. അതിൽ മെയിൻ ഇക്വേഷൻ ആണ് EMF of the cell is equal to terminal potential difference plus loss to volt. അപ്പൊ നമുക്ക് IR ന് പകരം എന്ത് എഴുതാം V എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ IR ന് പകരം V എന്ന് എഴുതിയാൽ ഇക്വേഷൻ എന്ത് വരും EMF E equals IR ന് പകരം V എന്ന് എഴുതുക V പ്ലസ് ഈ IR ന് മാറ്റമില്ല രണ്ടും V എന്ന് എഴുതാൻ പറ്റത്തില്ല അപ്പൊ രണ്ടും നമുക്ക് തിരിയും അതുകൊണ്ട് V പ്ലസ് IR എന്ന് എഴുതും. ഈ IR എന്താണ് ലോസ് ടു വോൾട്ട് ഈ V എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ EMF ഈക്വൽസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ലോസ് ടു വോൾട്ട്. ഇതിൽ നിന്ന് നമുക്ക് V കണ്ടുപിടിക്കാം ക്യാപിറ്റൽ V. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആവശ്യമുണ്ട്. therefore ക്യാപിറ്റൽ V ഈക്വൽസ് എന്ത് വരും ഈ IR ഇപ്പുറത്തോട്ട് വരും എന്ത് വരും E മൈനസ് IR എന്ന് വരും. അപ്പം ഇതെന്ത് വരും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസിക്കൽ ടു EMF മൈനസ് ലോസ് ടു വോൾട്ട് എന്ന് വരും. V ഇസിക്കൽ ടു E മൈനസ് IR. ഇതാണ് നമ്മളുടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ്. V ഇസിക്കൽ ടു E മൈനസ് IR. ഇത്ര ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് സെൽസ് ഇൻ സീരീസ്. അതായത് സെല്ലുകൾ സീരീസിൽ അറേഞ്ച് ചെയ്താൽ അതിന്റെ അവിടുത്തെ EMFന്റെ ഇക്വലന്റ് അഥവാ ഈ ഇക്വലന്റും അതുപോലെ റെസിസ്റ്റൻസ് ആർ ഇക്വലന്റും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ആദ്യത്തെ ഒരു സെല്ല് അതിന്റെ EMF E1 അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. രണ്ടാമത്തെ സെല്ല് ആണിത് അതിന്റെ EMF E2 അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സെല്ലുകൾ കണക്ട് ചെയ്താൽ സീരീസ് കണക്ഷൻ എന്ന് പറയും. അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് ഈ കണക്ഷൻ മൂലം ഇതിൽ കൂടെ സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ 3 പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ട് A B C. ഇനി ഈ A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് VA, B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് VB, C എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ് VC. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ സെല്ലിന്റെ EMF വന്നിട്ടുണ്ട് E1 E2 രണ്ടിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് R1 R2. ദെൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായി A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VA, ഈ പോയിന്റിലെ B എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VB, C എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VC. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണം. ഇനി ആദ്യം നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഫസ്റ്റ് സെൽ. ആദ്യത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് എയ്ക്കും ബിക്കും ഇടയ്ക്കായിട്ട് വരും. അപ്പം ഇവിടുത്തെ പൊട്ടൻഷ്യൽ VAയും B എന്ന് പറയുന്ന പോലെ പൊട്ടൻഷ്യൽ VB. അപ്പൊ രണ്ടുകൂടെ ചേർത്ത് നമുക്ക് എന്ത് എഴുതാം ഇതിന്റെ അക്രോസ് ആയിട്ടായതുകൊണ്ട് എയ്ക്കും ബിക്കും അക്രോസ് ആയിട്ട് VAB എന്ന് എഴുതാം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഈ രണ്ടിന്റെയും അക്രോസ് ആയിട്ടാണ് നമുക്ക് എന്ത് എഴുതാം VA VB കൂടെ ചേർത്തിട്ട് VAB എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതണം. അപ്പൊ നമ്മള് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എന്ത് അതായത് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ് EMF E ഈക്വൽസ് V പ്ലസ് IR നമ്മൾ പഠിച്ചു അല്ലെ. EMF ഓഫ് സെൽ ഈസ് ഈക്വൽ ടു ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് ലോസ് ടു വോൾട്ട്. അതിൽ നിന്നും V കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ മുമ്പ് എഴുതിയതേ ഉള്ളൂ. V therefore V is equal to ഈ IR ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം E മൈനസ് IR. ഈ ഇക്വേഷൻ നമ്മളിവിടെ എന്ത് ചെയ്യണം പ്രയോഗിക്കണം. V എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് എന്താണ് V തന്നെയാണത്. അക്രോസ് A ആൻഡ് B എന്നുള്ളതുകൊണ്ടാണ് AB എന്ന് കൊടുത്തേക്കുന്നത്. V ന്റെ സ്ഥാനത്ത് VAB എന്ന് വരും. അപ്പം EMFന്റെ സ്ഥാനത്ത് എന്താണ് ആദ്യത്തെ സെല്ലിന്റെ EMF എന്താണ് E1 അല്ലെ. E1 മൈനസ് കറണ്ട് സെയിം അല്ലേ I ആണ് കറണ്ട് I ഇൻറ്റു ആദ്യത്തെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാ ആറിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം R1 ആണല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ രണ്ടാമത്തെ സെല്ലായ E2 അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ അതായത് അതിന് നമുക്ക് എന്ത് ചെയ്യാം ബിക്കും സിക്കും അക്രോസ് ആയിട്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം VBC എന്ന് എഴുതാം. VBC ഈക്വൽസ് ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ ഉപയോഗിക്കാം. രണ്ടാമത്തെ സെല്ലിന്റെ EMF എന്താണ് E2 മൈനസ് I. രണ്ടാമത്തെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ് R2. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മള് ഇക്വേഷൻ 1 പ്ലസ് 2 കണ്ടെത്തണം. ഇക്വേഷൻ 1 പ്ലസ് 2 അതായത് എന്താണ് VAB പ്ലസ് VBC കണ്ടുപിടിക്കണം. അപ്പൊ VAB പ്ലസ് VBC അല്ലെ. അപ്പൊ എന്ത് കിട്ടും നമുക്ക് VABയും VBCയും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും നമുക്ക് VAC കിട്ടും. ഇതിന് അക്രോസ് ആയിട്ടുള്ളത് ഈ രണ്ട് എൻഡുകൾക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും.
എ സി. നമുക്ക് എന്ത് എഴുതാം? therefore VAC അല്ലേ നമുക്കിപ്പോ കിട്ടുന്നത്. അപ്പൊ VAC ഈക്വൽസ് രണ്ടൂടെ കൂട്ടിയാൽ പോരെ. VAC ഈക്വൽസ് എന്ത് വരും? E1 മൈനസ് IR1 പ്ലസ് അടുത്തത് E2 മൈനസ് IR2 ഇവിടെ ആഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പില് ഈ E1ഉം E2ഉം കൂടി ഒന്നിച്ചെഴുതുക, അടുപ്പിച്ചെഴുതുക. IR1ഉം IR2ഉം കൂടി അടുപ്പിച്ചെഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു E1 അതുപോലെ എഴുതി E1 ഈ പ്ലസ് പ്ലസ് E2 ഇനിയും ഈ മൈനസും പിന്നെ ഐയും ഉണ്ടല്ലോ കോമൺ. അപ്പൊ മൈനസ് ഐ കോമൺ എടുത്തിട്ട് പിന്നെ എന്തുണ്ട്? ഐ മൈനസ് വെളിയിൽ എടുത്തോണ്ട് പിന്നെ എന്ത് എഴുതാം നമുക്ക്? R1 പ്ലസ് R2 എന്ന് എഴുതാം. ഇതിനകത്തോട്ട് കുടിക്കുമ്പോൾ ഇത് കിട്ടുമല്ലോ, മൈനസ് IR1 മൈനസ് IR2 ആണല്ലോ. ഇനി നമുക്ക് E1 പ്ലസ് E2 രണ്ട് സെല്ലും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ടോട്ടൽ EMF ആണ് എന്ത്? E1 പ്ലസ് E2. ഇപ്പം ഇതിന് പകരം ഒരൊറ്റ സെല്ലാണെങ്കിൽ അതിന്റെ EMF നമുക്ക് E1 പ്ലസ് E2 എഴുതാം. അപ്പൊ E1 പ്ലസ് E2 അഥവാ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. E1 പ്ലസ് E2 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും അറിയാവോ? നമ്മൾ അതിന് പകരം ഈ ഇക്വലന്റ് എഴുതും. ഈ QU എന്നൊരു ഷോർട്ട് ഫോം എഴുതും. ഈ ഇക്വലന്റ് E1 പ്ലസ് E2 പകരമാണ് എന്ത്? ഈ ഇക്വലന്റ് മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2 നമ്മൾ എന്ത് എഴുതാം? R ഇക്വലന്റ് എഴുതാം. R ഇക്വലന്റ് അതായത് ഇത് രണ്ടിനും തുല്യമായിട്ടുള്ളതാണ്. ഇത് രണ്ടുകൂടെ കൂട്ടുന്നതിന് തുല്യമായിട്ടുള്ളതാണ് എന്ത്? R ഇക്വലന്റ്. E1 E2 തമ്മിൽ ആഡ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളതാണ് എന്ത്? ഈ ഇക്വലന്റ്. അപ്പൊ നമ്മുടെ പുതിയ ഇക്വേഷൻ എന്താണ്? VAC ഈക്വൽസ് ഈ ഇക്വലന്റ് മൈനസ് I ഇൻറ്റു R ഇക്വലന്റ്. ഈ ഇക്വലന്റ് എന്താണ്? ഈ ഇക്വലന്റ് ഈക്വൽസ് എന്താണ്? നമ്മൾ എഴുതി എന്താ? E1 പ്ലസ് E2. R ഇക്വലന്റോ? R ഇക്വലന്റ് ഈക്വൽസ് എന്ത് വരും? R1 പ്ലസ്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രണ്ട് സെല്ലുകള് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇതിന് രണ്ട് സെല്ലിന് പകരം നമ്മൾ ഒരൊറ്റ സെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പടത്തെ നമുക്ക് ഷോർട്ടൺ ചെയ്ത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഈ ഡയഗ്രം തന്നെ ഷോർട്ട് ചെയ്തതാണ് ഇത്. അതായത് E1 E2 എന്ന് പറയുന്ന രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന് ഇക്വലന്റ് ആയിട്ട് ഒരൊറ്റ സെല്ല് ഉപയോഗിക്കുക. അതിന്റെ EMF എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് അഥവാ ഈ ഇക്വലന്റ് ആയിരിക്കും. അതുപോലെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുന്നത് ആണ്. അതിന് എന്ത് എഴുതാം? അതിന് പറയുന്നത് നമ്മൾ എന്ത് എഴുതിയ ആ ഇക്വലന്റ് എന്ന് പറയും. അപ്പൊ ഇതിനെ ഷോർട്ടൺ ചെയ്ത് കഴിയുമ്പോൾ ഒരൊറ്റ സെല്ല് അതിന്റെ EMF E equivalent equals E1 plus E2 and internal resistance R equivalent is equal to R1 plus R2. ബാക്കിയെല്ലാം സെയിം കറന്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് ഡയഗ്രത്തിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സെല്ലാണ് നമ്മളിവിടെ പഠിച്ചത്. അങ്ങനെ N സെൽസ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് റൂളുണ്ട്. അടുത്തത് റൂളാണ് പറയുന്നത്. അപ്പം റൂൾസ് ഓഫ് സീരീസ് കോമ്പിനേഷൻ ആണ് അടുത്തത്. അപ്പൊ അത് റൂൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇഫ് there are N cells connected in series, the equivalent EMF is equal to the sum of the individual EMFs. Equivalent EMF എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ EMFന്റെ സമ്മാണ്. അതായത് ആദ്യത്തെ സെല്ലിന്റെ N സെൽസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ N സെൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെല്ലിന്റെ EMF E1, അടുത്ത സെല്ലിന്റെ EMF E2, അതിന്റെ അടുത്ത സെല്ലിന്റെ EMF E3, അങ്ങനെ N ആമത്തെ സെല്ലിന്റെ EMF EN ആണെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടുന്നതിന് തുല്യമാണെന്ത്? ഈ ഇക്വലന്റ്. അതുപോലെ if there are N cells of internal resistance R equivalent, അപ്പോഴേ R1 plus R2 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? R equivalentന് തുല്യമാണ്. അപ്പൊ if there are N cells connected in series, the equivalent internal resistance is equal to the sum of the individual resistances. ഇതാണ് റൂൾസ് ഫോർ സീരീസ് കോമ്പിനേഷൻ. ക്ലിയർ ആയി അല്ലേ?